ഹായ് ഹലോ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിൽ പാമ്പ് മുറ്റത്തൂടി പോയി നടന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അവർ പാമ്പെന്ന് പറയുമ്പോഴത്തേക്ക് പാമ്പ് ഒരു മാളത്തിൻ്റെ ഉള്ളിൽ പോയി കയറി. പിന്നെ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് പേടിയാണ്, ഒറ്റയ്ക്കുള്ളത്. അവർ വീട്ടിൽ പേടിച്ചിട്ട് പാമ്പ് പിടുത്തക്കാരനെ വിളിച്ചാണ് അവർ വന്ന കേട്ടോ പാമ്പിനെ പിടിക്കുന്നത്. ഒരു മാളത്തിൻ്റെ ഉള്ളിൽ തല ആദ്യം അത് രക്ഷപ്പെടാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. മാളത്തിൻ്റെ ഉള്ളിലേക്ക് രാവിലെ ഇത് അകപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അയക്കുക അതിനെ മൂപ്പരെ വിളിക്കുമ്പോഴൊക്കെ അവർ വന്ന് പാമ്പിനെ പിടിക്കാൻ വരുമ്പോൾ ഒരു 5 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. എന്ത് നിസ്സാരമായിട്ട് അവർ പാമ്പിനെ പിടിക്കുന്നതെന്ന് നോക്കി. ഞങ്ങൾക്ക് കണ്ടു വന്നിട്ട് കൈയൊക്കെ വിറക്കുന്നുണ്ട്. എന്തോ ഒരു പേടി പോലെ പാമ്പിനെ കണ്ടിട്ട്. നല്ല വിഷേറിയ പാമ്പാണ് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അടുത്തേക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂപ്പർ പറയുന്നല്ലോ, നിങ്ങൾ എന്തായാലും രാവിലെ വിളിക്കാമെന്ന്, രാവിലെ വിളിച്ചുകൂടായിനോ എന്നൊക്കെ. മൂപ്പർ ലൈറ്റൊക്കെ അടിച്ച് നോക്കുകയാണ് എന്താ സ്ഥിതി, എന്താ അവസ്ഥ എന്നൊക്കെ. അങ്ങോട്ടേക്ക് പാമ്പുള്ള സ്ഥലത്തേക്ക് കാണുമ്പോൾ നമുക്ക് പേടിയാകും. ഞങ്ങളൊക്കെ ഇപ്പുറത്തുണ്ട്, കുറേ ആളുണ്ട് കേട്ടോ. ഒരാൾ പാമ്പ് പിടിക്കാൻ വന്നാൽ പിന്നെ നാട്ടിലുള്ളവരൊക്കെ ആ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. ഒന്ന് ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. ഉണ്ടോ വലിക്കുന്നുണ്ടോ ഉള്ളിലുള്ളത്? എത്ര എനിക്ക് ഒരു സ്കെയിലിൻ്റെ അത്ര ഭാഗമേ ഉള്ളൂ പുറത്ത്, ബാക്കിയൊക്കെ ഉള്ളിൽ മാളത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാണ്. ഇല്ലെങ്കിൽ അത് രക്ഷപ്പെട്ടു പോയാലും. വലിക്കാൻ നോക്കി പേടിയാവുന്നു എനിക്ക് കണ്ടിട്ട് തന്നെ. വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ വീഡിയോ വേറൊരാൾ എനിക്ക് അയച്ചു തന്നാ കേട്ടോ. ഇത് അവരുടെ ഫോണിൽ എടുത്തിട്ട് കാണുമ്പോൾ പേടിയാകുന്നുണ്ടോ. മോള് വലിക്കുന്നു, അത്ര ഉള്ളിലേക്ക് കുടുങ്ങിപ്പോയിട്ടുണ്ട്. പാമ്പ് പുറത്തേക്ക് എടുത്തപ്പോഴത്തേക്ക് തന്നെ അവശനായിട്ടുണ്ട് കേട്ടോ. എന്ത് തരം പാമ്പാണെന്ന് മനസ്സിലാകുന്നില്ല. ഫുള്ള് കറുപ്പും വെള്ള കളറ് റൗണ്ട് അതിൻ്റെ ശരീരത്തിൽ ഫുള്ളും. ആ ഏട്ടൻ പറഞ്ഞത് പാമ്പ് നല്ല വിഷമുള്ളതാണ് എന്നാട്ടോ പറഞ്ഞത്. പാമ്പിനെ എടുക്കുന്നുണ്ടിട്ട് തന്നെ ഇതാണ്. അവിടെ തിത്ത വന്നിട്ട് പാമ്പ് പുറത്തേക്ക് പോകാണ്ടിരിക്കാനായിട്ട് എന്തായാലും വലയൊക്കെ ഇട്ട് മൂടിയിട്ടാട്ടോ. അപ്പോഴത്തേക്ക് പാമ്പിനെ എന്തോ ചെയ്യാന്നൊക്കെ കൂട്ടിൽ ഒരു സഞ്ചിക്കകത്ത് കയറ്റേണ്ടിയിട്ട് പാമ്പിനെ പിടിച്ച് അനക്കി നോക്കുക കേട്ടോ. ജീവനുണ്ടോ, എന്താ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട്. ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ പറയും ഓടിക്കോളി കുഞ്ഞിനെയും കൊണ്ടൊക്കെ എങ്ങാനും കടിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു എന്ന്. തലയൊക്കെ ഇങ്ങോട്ട് കിട്ടിയാലും കുറച്ച് നേരമൊക്കെ അനങ്ങാണ്ട് കിടന്നു കേട്ടോ. പിന്നെ ഒന്ന് ശ്വാസമൊക്കെ കിട്ടിയാലാണെന്ന് തോന്നുന്നു ഉഷാറായിക്കേ. അത് നമ്മൾക്ക് പേടിയാവും അതിനെ കാണുമ്പോൾ. തലയൊക്കെ പൊന്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതോ വിഷേറിയ പാമ്പാണെന്ന് തോന്നുന്നു. കണ്ടോ, മുപ്പരുടെ അതിലേക്ക് കയറേണ്ടിയിട്ട്, കവറിലേക്ക് കയറേണ്ടിയിട്ട് ഇങ്ങനെ മുപ്പരെടുത്ത കേട്ടോ. കാണുമ്പോൾ പേടിയാവും. സഞ്ചിൻ്റെ അകത്തേക്ക് കീറി കഴിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പേടിയാകുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.